ഞങ്ങൾ മലപ്പുറംകാർക്കേ പള്ളിപ്പെരുന്നാൾ കൂടാനുള്ള ചാൻസ് അധികം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എറണാകുളത്ത് വന്നത് പിന്നെ എല്ലാ തവണയും പള്ളിപ്പെരുന്നാൾ മുളക്കാറില്ല. അടിപൊളിയായിട്ട് പള്ളിപ്പെരുന്നാളിന് പോകും കേട്ടോ. പെരുന്നാൾ ഇങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടവും കാര്യങ്ങളൊക്കെ തീരുന്നത് വരെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി പോകുക എന്നുള്ളതൊരു പരിപാടിയാണ്. പിന്നെ വൈകുന്നേരത്തെ ഒരു മേലൊക്കെ കഴുകിയിട്ട് വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പള്ളിയിലൊക്കെ ചെന്ന് ഒരു പ്രാർത്ഥനയൊക്കെ കേട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് വൈബടിച്ച് പിന്നെ ഇതാ ഈ കണ്ടു കാണപ്പെട്ട സാധനങ്ങൾ മൊത്തം ഒന്ന് വെറുതെ വാങ്ങിയില്ലെങ്കിലും നോക്കി നോക്കി നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു പരിപാടിയാണ് ഗെയ്സ്. അപ്പോൾ അതിലിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് നടക്കുക കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുടും കിലോ ഒന്നും വേണമെന്ന് പറയില്ലായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് വേണമെന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ നടത്തത്തിലൊരു പ്രശ്നം. അടുക്കളയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം കണ്ട് പോവുക, പൂന്തോട്ടത്തിലേക്ക് വേണ്ടത് എല്ലാം കണ്ട് പോവുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞാൻ കുടുവിനോട് പറയട്ടോ, ഒന്നും വാങ്ങാനല്ല പോകുന്നത്, കാണാനാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ തന്നെ ഒരു ബഡ്ജറ്റ് ഇട്ട് കൊടുക്കും അവർക്ക്. നിങ്ങൾ ഇത്ര രൂപയ്ക്കുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കോളൂ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ കുടും കിലോ ഒക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതിങ്ങനെ കാണുന്ന കാരണം ഏതെങ്കിലും ഒന്ന് നോട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് മാത്രമേ വാങ്ങിപ്പിക്കുകയുള്ളൂ, കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിപ്പിക്കാറില്ല.